RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് സ്പാനിഷ് സൂപ്പർ കപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ കിട്ടിയ റൂമറിനെ കുറിച്ചുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സ്പാനിഷ് സൂപ്പർ കപ്പിനായിട്ട് കാത്തിരിക്കാന്ന് വിചാരിക്കും. അത്ലറ്റിക്കോ ബിൽബാവോ ആയിട്ടുള്ള സെമി ഫൈനലാണ് ഇന്ന് രാത്രി 12:30 ശരിക്കും പറഞ്ഞാൽ നാളെ പുലർച്ചെ ഈ സമയം ഇന്ന് രാത്രി 11 മണിക്കും ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 മത്സരം നടക്കാൻ പോകുന്നത്. ബാഴ്സലോണ വിസസ് അത്ലറ്റിക്കോ ബിൽബാവോ അഥവാ അത്ലറ്റിക്കോ ക്ലബ്ബായിട്ടുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. സൗദിയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ മുതൽ സൗദിക്കാരുടെ ചറപറാന്നുള്ള സ്റ്റാറ്റസും അതേപോലെ റീലുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ വെച്ച് നടന്നിട്ട് അത് ഇങ്ങനെ വർഷാവർഷങ്ങൾ സൗദിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ റയൽ മഡ്രിഡും അത്ലറ്റിക്കോ മഡ്രിഡും തമ്മിലുള്ള മത്സരമാണ്. അതിനുശേഷം അവർ തമ്മിൽ ജയിക്കുന്ന ടീമുകൾ തമ്മിൽ ഫൈനലിൽ 11-ാം തീയതി രാത്രി, ഞായറാഴ്ച രാത്രിയാണ് നടക്കാൻ പോകുന്നത്. ഈ സമയം 11 മണിക്കും ഇന്ത്യൻ സമയം 12:30 മത്സരം നടക്കാൻ പോകുന്നത്. നാളത്തെ മത്സരം വിജയിച്ച് ഒരു എൽ ക്ലാസിക്കോ, മറ്റന്നാളത്തെ മത്സരം റയൽ മഡ്രിഡും കൂടി വിജയിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു എൽ ക്ലാസിക്കോയിലേക്ക് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ റയൽ മഡ്രിഡിന് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ബാഴ്സലോണ അതേ മിന്നും ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് ആരായിരിക്കും കപ്പ് തൂക്കാന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തന്നെ പോർവിളികൾ തുടങ്ങിയിട്ട് രണ്ട് ഫാൻസുകാരും തമ്മിൽ. അപ്പോൾ ഇതിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാ നോക്കാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഗോൾ കീപ്പറായിട്ട് ജോൺ ഗ്രാസിയ എന്ന് പറയുന്ന ചങ്ങായി തന്നെ ആയിരിക്കും ഉണ്ടായത്. കഴിഞ്ഞ മത്സരത്തിലെ സ്പാനിയോളിനെതിരെയുള്ള പെർഫോമൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എമ്മാതിരി പെർഫോമൻസ് ആണ്. 25 മില്യൺ ഈ ചങ്ങായിനെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് 100 മില്യന്റെ പണിയെടുക്കുന്നുണ്ട്. വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർമാരായ സ്റ്റേഗനെയും ഷെസ്നെയും അവിടെ കാഴ്ചക്കാരായിട്ട് ഇരുത്തിയിട്ടാണ് ഈ ചങ്ങായി, അതും സ്വന്തം പഴയ തട്ടകമായ സ്പാനിയോളിൽ പോയിട്ട് അവരുടെ കാണികൾക്ക് മുന്നിൽ അവരുടെ പ്ലേയേഴ്സിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷേവ് നടത്തിയിട്ട് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് ഒതുക്കിയിട്ടാണ് ചങ്ങാതി ആ ഗ്രൗണ്ട് വിടുന്നത്. കൂകിയവരും നിലവിളിച്ചവരെ കൊണ്ടെല്ലാം സൈലന്റ് ആക്കിയിട്ടാണ് ചങ്ങായി അവിടെ നടന്നത്. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ കുബാർസ ഉണ്ടാവും, ജെറാർഡ് മാർട്ടിൻ തന്നെ ആയിരിക്കും. ലെഫ്റ്റും റൈറ്റും നോക്കുകയാണെങ്കിൽ കുണ്ടയും ബാൽഡെ ആയിരിക്കും. മിഡ്ഫീൽഡിലാണ് പെഡ്രി, ഡിജോൺ, ഗ്രാസി ആയിരിക്കും ഉണ്ടാവുക. ഇവർ മൂന്നുപേരാണ് ചാൻസ് കൂടുതൽ. പിന്നെ ചിലപ്പോൾ ഫെർമിന് കളിക്കാം, ഓൽമ വരാം. അത് നമുക്ക് ഡിപ്പെൻഡ് ഓൺ റഫീനിയും റാഷ്ഫോർഡും ഒക്കെ 11 വരുന്നതിനനുസരിച്ചായിരിക്കും. ലെഫ്റ്റും റൈറ്റും ആയിട്ട് നോക്കുകയാണെങ്കിൽ റഫീനിയും യമാലും ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ സ്ട്രൈക്കർ റോളിൽ ഫെറാൻ ടോർസൻ തന്നെ ഫസ്റ്റ് ചോയ്സ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ലെവൻഡോസ്കി വരും. ചിലപ്പോൾ ലെവൻഡോസ്കി ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ലെവൻഡോസ്കിക്ക് കൊടുത്തിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ വേണമെങ്കിൽ നമുക്ക് ഫെറാൻ ടോർസൻ ട്രൈ ചെയ്യാൻ പറ്റും. മുമ്പ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 4 പ്രാവശ്യം വിജയം ബാഴ്സലോണയ്ക്കായിരുന്നു, 1 പ്രാവശ്യം സമനില. അവസാനത്തെ 5 മത്സരങ്ങളുടെ കണക്കുകളാണ് പറയുന്നത്. 4-0, 3-0, 2-0, 2-1 ജയിച്ചിട്ടുണ്ട്. 0-0 സമനിലയായത്. അത് 2024 ഈ സംഭവം നടന്നത്. അപ്പോൾ അവസാനം ബാഴ്സലോണയുടെ മാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണ അവസാനത്തെ 5 മത്സരങ്ങൾ വിജയിച്ചിട്ടാണ് ഈ മത്സരത്തിന് വരുന്നത്. എസ്പാനോളിനെതിരെ 2-0 വിജയിച്ചു, വില്ലേറലിനെതിരെ 2-0 വിജയിച്ചു. പിന്നെ ഒരു കോപ്പ ഡെൽ റേ ഒരു മത്സരം ഉണ്ടായത് 2-0 വിജയിച്ചു. ബാഴ്സലോണ ഒസസൂനയായിട്ട് 2-0 വിജയിച്ചു. ഫ്രാങ്ക്ഫോർട്ടായിട്ട് 2-1 വിജയിച്ചു. അങ്ങനെ 5 മത്സരങ്ങൾ വിജയിച്ചിട്ടാണ് കണ്ടിന്യൂസ്. അവസാനത്തെ 5 മത്സരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ അത്ലറ്റിക്കോ ബിൽബാവോടെ വരികയാണെങ്കിൽ അവസാനത്തെ 5 മത്സരങ്ങളിൽ അവർ 2 സമനിലയായിരുന്നു, 2 പരാജയപ്പെട്ടു, 1 വിജയിച്ചു. അപ്പൊ ആകെ ഒരു വിജയമാണ് അവര് അവസാനത്തെ 5 കളിയിൽ നേടിയിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും നാളെ ഇതൊക്കെ ആണെങ്കിലും അത്ലറ്റിക്കോ ബിൽബാവോ നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ട് തന്നെ അവർ കിരീടം കൊണ്ട് നാളത്തെ മത്സരത്തിൽ, അതും സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലും ആണെന്നുള്ള കാര്യമാണ്. ഒരു കളി 2 കളി ജയിച്ചാൽ ഒരു കിരീടം സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളി ബാഴ്സലോണ വിസസ് അത്ലറ്റിക്കോ ബിൽബാവോ ആണ്. അത് കഴിഞ്ഞ് നാളെ നടക്കാൻ പോകുന്ന മത്സരം റയൽ മഡ്രിഡ് വിസസ് അത്ലറ്റിക്കോ മഡ്രിഡ് ആണ്. അതും തീപ്പാറിയ മത്സരമായിരിക്കും. അത് യാതൊരു സംശയം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ റയൽ മഡ്രിഡ് വിന്നും ഫോമിലാണ് നിൽക്കുന്നത്. അത്ലറ്റിക്കോ മഡ്രിഡ് കുറെ കളികളായിട്ട് സമനിലയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ലീഗ് ടോപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ബാഴ്സലോണയുടെ 2ാം സ്ഥാനത്ത് നമ്മുടെ റയൽ മഡ്രിഡ് ഉണ്ട്, 3ാം സ്ഥാനത്ത് വില്ലാരലുണ്ട്. വില്ലാരലിൽ മത്സരങ്ങൾ കുറവാണ് കളിച്ചിട്ടുള്ളത് നടക്കുന്നത്. 4ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മഡ്രിഡ് കിടക്കുന്നത്. അത്ലറ്റിക്കോ ബിൽബാവോ കുറെ താഴെയാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ 2 മത്സരങ്ങളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എൽ ക്ലാസിക്കോന് വേണ്ടി കാത്തിരിക്കാം. എല്ലാ ഫുട്ബോൾ പ്രേമികളും അതന്നെയായിരിക്കും. അത്ലറ്റിക്കോ മഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ട് റയൽ മഡ്രിഡും അതേപോലെ അത്ലറ്റിക്കോ ബിൽബാവോ പരാജയപ്പെടുത്തിയിട്ട് ബാഴ്സലോണയും ഫൈനലിൽ എത്തണം എന്ന് തന്നെ ആയിരിക്കും ആലോചിക്കാം. അപ്പോൾ നിഷ്പക്ഷമായ ഒരു വേദിയിലാണ് സൗദിയിൽ നടക്കാൻ പോകുന്ന ഫൈനലിൽ സൺഡേ ബാഴ്സലോണ വിസസ് റയൽ മഡ്രിഡ് ആണെങ്കിൽ ഈ സീസണിലെ 2ാമത്തെ എൽ ക്ലാസിക്കോ ആണ്. ഒരു എൽ ക്ലാസിക്കോ റയൽ മഡ്രിഡ് ജയിച്ചിട്ടുണ്ട്,
രണ്ടാമത്തെ എൽ ക്ലാസിക്കോ ആണ്. ഇനി ലീഗിൽ ഒരു എൽ ക്ലാസിക്കോ വരാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ പോലെ 4 എൽ ക്ലാസിക്കോയ്ക്ക് സ്കോപ്പ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ പുതിയ സൈനിങ്ങൾ ജനുവരി ട്രാൻസ്ഫറിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ള ഒരു ന്യൂസ് ഇന്ന് വന്ന് രാവിലെ തന്നെ വന്നത് കാൻസെലോ. ഫാബ്രിയാസോ റൊമാനോക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരം അൽഹിലാലിൽ നിന്ന് 1 വർഷത്തെ ലോൺ 4 മില്യൺ യൂറോയ്ക്കാണ് കാൻസെലോ ബാഴ്സലോണയ്ക്ക് വരുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന സാവിയുടെ കീഴിൽ ഭയങ്കര പ്രതീക്ഷയിൽ വന്നായിരുന്നു. പക്ഷേ ആൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെയാണ് പോയത്. പക്ഷേ അൻസി ഫ്ലിക്കിന് അറിയാം ആളെ എങ്ങനെ പണിയെടുപ്പിക്കണം. അതിനാണ് അൻസി ഫ്ലിക്ക് ഈ ചങ്ങാനെ സൈൻ ചെയ്യുന്നത്. ബാഴ്സലോണ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ പ്രതീക്ഷ നിങ്ങൾ വെക്കണ്ട കേട്ടോ. നമ്മുടെ ക്ലബിന്റെ കയ്യിൽ പരമാവധി ക്യാഷ് ഒക്കെ കുറവാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആൽവാരസിനെയും അതേപോലെ ഹാലൻഡിനെയും ഇവരെയൊക്കെ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമല്ല. നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്നതിൽ ചെറിയ ബജറ്റിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവരും. അതേപോലെ തന്നെ ഫ്രീ ട്രാൻസ്ഫറിൽ ആരെങ്കിലും ട്രാൻസ്ഫർ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ബാഴ്സലോണ പോലെ ഒരു ക്ലബ്ബിൽ കളിക്കാൻ ആഗ്രഹമില്ലാത്ത താരങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ക്ലബ്ബുകൾ ഈ കോൺട്രാക്ട് അവസാനിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂണ്ടിയിട്ട് നോക്കാം, കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ കാലങ്ങളായിട്ട് ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രശ്നങ്ങളും അതേപോലെ 1:1 ഉള്ള പ്രോബ്ലം കാരണം ഇവിടെ ടീമുകൾക്ക് പ്ലേയേഴ്സിന് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ കൂടെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ മാനേജ്മെന്റ് കാട്ടിയ കിടിലൻ ഒരു സാധനത്തിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഗ്രാസിയ എന്ന് പറയുന്ന എസ്പാനിയോളുടെ ഗോൾ കീപ്പർ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെസ്നിയും സ്റ്റേഗനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്തിനാണ് ഈ ചങ്ങാൻ 25 മില്യൺ കൊടുത്ത് കൊണ്ടുവന്നത്. അവർക്കുള്ള മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അവസാന മത്സരത്തിൽ എസ്പാനിയോളായിട്ടുള്ള മത്സരം കണ്ടവർക്കറിയാം ഇത് 25 മില്യൺ. ഇപ്പൊ ശരിക്കും എസ്പാനിയോളുടെ മാനേജ്മെന്റ് ചിന്തിക്കണ്ടാവും എന്തിനാണ് ഈ ചങ്ങായി 25 മില്യൺ കൊടുത്തിട്ട് പട്ടിക്കൂട്ട് തട്ട് വാങ്ങിക്കുക എന്ന് പറയില്ല. അമ്മാതിരി പണിയാണ് ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കാണികള് എസ്പാനിയോളുടെ ആരാധകര് ഇവർക്കെതിരെ കൂക്കി വിളിക്കുക. അതേപോലെ ആ ഒരു മറ്റേ ഈ എലിയുടെ ചിത്രമൊക്കെ വെച്ച ഫ്ലാഗും അതേപോലെ എന്തൊക്കെയോ അനാവശ്യ ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ ചങ്ങായിനെ അമ്മാതിരി പ്രകോപിക്കുന്നു. പക്ഷെ ആള് സൈലന്റ് ആയിട്ട് നിന്നും ഗ്രൗണ്ടിൽ അതിനുള്ള മറുപടി കൊടുത്തു. മാൻ ഓഫ് ദി മാച്ചും തൂക്കി 6 കിഡിലെ സേവുകൾ നടത്തിയിട്ടാണ് ചങ്ങായി ഗ്രൗണ്ട് വിടുന്നത്. നിശബ്ദരാക്കിയിട്ടാണ് ഗ്രൗണ്ട് വിടുന്നത്. അപ്പോ അതിന് ഒരു പൊന്തൂവൽ എന്നെ കൊടുക്കണം ബാഴ്സലോണ മാനേജ്മെന്റിന്റെ. അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, പൈസ ഇല്ല എന്നുള്ള മെയിൻ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അതേപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിൽക്കുന്ന സമയത്തും റാഷ്ഫോർഡിനെയും റൂണിനെയും അതേപോലെ തന്നെ ഈ ഒരു ചെങ്ങായിനെയും കൊണ്ടുവന്നതിൽ ഒരു പത്തരമാറ്റം തന്നെയാണ്. നമ്മുടെ അളവിലെത്ത് ഇപ്പോൾ ഓരോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ ചെൽസിയും ഇവരൊക്കെ സൈൻ റയൽ മഡ്രിഡും ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിരിക്കുന്നത് അത്ലന്റിക്കോ മഡ്രിഡാണ്. ഒരു ട്രോഫി ഇല്ലാണ്ട് കുറെ കാലമായി. എന്നിട്ട് ഈ സീസണിലെ ഇഴയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് റയൽ മഡ്രിഡാണ്. 3ാം സ്ഥാനത്ത് വില്യാരൽ, അതിനുശേഷം റയൽ ബെറ്റീസ്. അതും കഴിഞ്ഞിട്ടാണ് ബാഴ്സലോണ ചെലവാക്കി 88 മില്യൺ എന്തോ ചെലവാക്കിയിട്ടുള്ളൂ ഈ സീസണിൽ 2025. അപ്പോ നമ്മളെ ട്രോളാൻ വരുന്നവർക്ക് ഉള്ള മറുപടിയാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്, ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലബ്ബുകൾ 500, 400, 600 മില്യൺ ഒക്കെ ചെലവാക്കിയിട്ടാണ് പ്ലേയേഴ്സ് ഇറക്കുന്നത്. എന്നിട്ടും ലീഗുകൾ 5ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്തേക്കും തുടരുന്നു എന്നുള്ള കാര്യം ആലോചിക്കണം. ഞാൻ ഏത് ക്ലബ്ബുകളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഇനി കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഇതേപോലെ ക്ലബ്ബ് വിട്ട് ബാഴ്സലോണ വിട്ട് മുൻപ് പോയിട്ട് തിരിച്ചു വന്ന പ്ലേയേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാൻസെലോനെ പോലെ തന്നെ ബാഴ്സലോണയിൽ വന്ന ശേഷം ബാഴ്സലോണയിൽ നിന്ന് വേറൊരു ക്ലബ്ബിൽ പോയിട്ട് വീണ്ടും ബാഴ്സലോണയ്ക്ക് തിരിച്ചു വന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ 2016 ബാഴ്സലോണയിൽ നിന്ന് ജുവന്റസിലേക്ക് ഇപ്പോൾ ഡാനി ആൽവസ്, പിന്നെ 2021 ബാഴ്സലോണയ്ക്ക് തിരിച്ചു വരുന്നത്. അതേപോലെ തന്നെ ഡാനി ഓൾമോ ബാഴ്സലോണയിൽ നിന്ന് 2014 ബാഴ്സലോണ വിട്ടു പോകുന്നത്. 2024 ബാഴ്സലോണയ്ക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അതിനുശേഷം ഫാബ്രിഗാസ് ആഴ്സണലിലേക്ക് പോകുന്നുണ്ട് 2003. അതിനുശേഷം 2011 ബാഴ്സലോണയ്ക്ക് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെജൻഡായ PK 2004 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ട് 2008 4 വർഷം അവിടെ കളിച്ചിട്ട് 2008 വീണ്ടും ബാഴ്സലോണയ്ക്ക് തിരിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ എറിക് ഗ്രാസിയ 2017 ബാഴ്സലോണ വിട്ട് സിറ്റിയിൽ പോയിട്ടുണ്ട്. സിറ്റിയിൽ നിന്ന് 2021 തിരിച്ചു വന്നിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ അവിഭാജ്യ ഘടകം ബംഗാളി എന്ന് പറയാൻ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് എവിടെ കൊടുത്താലും പട്ടിപ്പണി എടുക്കും. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സെൻട്രൽ ബാക്ക് ആണോ ഗോൾ കീപ്പർ വെച്ച് ബാക്കി എല്ലാ പൊസിഷനും ആള് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്ട്രൈക്കറോട് കൂടി ട്രൈ ചെയ്യാത്തുള്ളൂ. സ്ട്രൈക്കറും ഗോൾ കീപ്പർ വെച്ചുള്ള എല്ലാ പൊസിഷനും അൻസി ഫ്ലിക്ക് ചങ്ങായി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പ്ലെയർ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച് തിരിച്ച് അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ, ഞാൻ മനഃപൂർവ്വം ഒരു പ്ലെയറെ വിട്ടിട്ടുണ്ട്, നിങ്ങൾ അറിയുന്ന ഒരു കമന്റ് ചെയ്യുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ
ട്രാൻസ്ഫർ ഇനി നമ്മുടെ സ്ട്രൈക്കർ ലെവൻഡോസ്കി പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ഇനി ആരെയാണ് കൊണ്ടുവരാമെന്ന് നിങ്ങൾ ആൽവാരസിന്റെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. അതൊന്നും ചിന്തയിൽ പോലും ഈ ഒരു സീസണിലൊന്നും വേണ്ട. ഈ ജനുവരി ട്രാൻസ്ഫറിലും ഈ സമ്മർ ട്രാൻസ്ഫറിലും വേണ്ട. അടുത്ത കൊല്ലത്തിലേക്ക് ആണെങ്കിൽ നമ്മുടെ സൗദി ഷെയ്ക്കൊക്കെ ബാഴ്സലോണയെ ഏറ്റെടുക്കുക 1 ട്രില്യനോ അങ്ങനെ എന്തോ കൊടുത്തിട്ട് ബാഴ്സലോണ വാങ്ങാനുള്ള തീരുമാനമൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അല്ലാതെ നമ്മളിപ്പോ വെറുതെ ആകാശത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒന്നും കാര്യമില്ല, ഒരു കാര്യമില്ല, നടക്കേണ്ട കാര്യമില്ല എന്നുള്ള 100% നമുക്കൊക്കെ അറിയാം. നടക്കുമായിരുന്നു ഒരു 4-5-6 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ഫെറാൻ ടോറസിനെ വാങ്ങിച്ച സമയത്ത് ഫെറാൻ ടോറസിന് 50 മില്യൺ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അന്ന് ജൂലിയാൻ ആൽവാരസിന് 20 മില്യൺ സിറ്റി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സിറ്റിക്കും വന്ന് ചങ്ങായിയുടെ വാല്യൂ അറിയില്ലായിരുന്നു. അപ്പൊ സിറ്റിക്ക് ആ സമയത്ത് എടുത്താണെങ്കിൽ ഇപ്പോ ബാസിക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് ഒരു 10 വർഷത്തിന് ഒരു സ്ട്രൈക്കറെ തേടി എവിടെയും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതും പോട്ടെ, അത്ലറ്റിക്കോ മഡ്രിഡ് സൈൻ ചെയ്ത സമയത്തെങ്കിലും ആ ഒരു 70 മില്യണോ 60 സംതിങ് മില്യൺ എന്തോ സൈൻ ചെയ്ത് ആ സമയത്തെങ്കിലും ബാഴ്സലോണയ്ക്ക് ഇത് ചെയ്യായിരുന്നു എന്നുള്ള കാര്യമാണ്. അവിടെയും നടന്നില്ല. ലെവൻഡോസ്കി പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉള്ളത് സെർബിയയുടെ നമ്മുടെ സ്ട്രൈക്കറായ വെലോവിച്ച്. ഈ ഒരു ചങ്ങായിന് മാത്രമാണ് ഇപ്പോൾ ഓപ്ഷനായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സത്യം എന്താണെന്ന് ഇനിയും കാത്തിരിക്കും. ജനുവരിയിൽ എന്തായാലും വലിയ ഇതൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഫെറാൻ ടോറസും ലെവൻഡോസ്കിയും തന്നെ ആയിരിക്കും ഉണ്ടാവുക. സമ്മറിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഡിഫൻസിലും അതേപോലെ മിഡിലേക്കൊക്കെ നമുക്ക് ആൾക്കാരെ വേണമെന്നുള്ളതാണ്. ഡിഫൻസിൽ മെയിനായിട്ട് വേണം. ഡിഫൻസിൽ ഇപ്പോൾ ഗുയിന്റെ പേര് കേൾക്കുന്നുണ്ട് ക്രിസ്റ്റൽ പാലസിൽ നിന്ന്. അതേപോലെ തന്നെ അതൊക്കെ ഒരുപാട് ക്ലബ്ബുകൾ പുറകിലുണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂളിനെ പോലെയുള്ള ക്ലബ്ബുകളും ഉണ്ട്. അതേപോലെ തന്നെ മോനോസിന്റെ പേര് വരുന്നുണ്ട്. അതേപോലെ തന്നെ സെനിസ്, ഇതിന്റെ പേര് കുറെ ദിവസമായി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബോൺമൗത്തിൽ നിന്നാണ്. ഇത് ഭയങ്കരമായിട്ട് റൂമർ കേൾക്കുന്നുണ്ട്. ഇത് നടക്കുകയാണെങ്കിൽ സെൻട്രൽ ബാക്ക് ആയിട്ട് ഒരു കാര്യം ഓക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കാൻസലോ വന്ന സ്ഥിതിക്ക് എന്തായാലും കുണ്ടെ ഒരു പക്ഷേ സെൻട്രൽ ബാക്ക് റോളിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. കുണ്ടയും കുബാർസയും തമ്മിൽ സെൻട്രൽ ബാക്ക് കളിക്കും. കാൻസലോയും നമ്മുടെ ബാലന്റൈൻ ലെഫ്റ്റും റൈറ്റും കളിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹൻസി ഫ്ലിക്കാണ് ഇനി എന്ത് തന്ത്രമാണ് എടുക്കാൻ പോകുന്നറിയില്ല. പുതിയ എന്തായാലും 2 സ്ട്രൈക്കർമാരെ ഫസ്റ്റായിട്ട് ബാഴ്സയ്ക്ക് വേണം. അതേപോലെ തന്നെ ഡിഫൻഡിലും ആൾക്കാരെ വേണം. 2 സ്ട്രൈക്കർ അല്ലെങ്കിൽ 1 സ്ട്രൈക്കറിങ് ചുരുങ്ങിയത് വേണം. ഫെറാൻ ടോറസ് ബാക്കിയുള്ള വേക്കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജനുവരി ട്രാൻസ്ഫറിൽ ഏത് പ്ലെയറാണ് സൈൻ ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.